ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊരു സ്റ്റഡി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ ലേറ്റായിട്ടാണ് എണീക്കുന്നത്. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ട് 5:30 ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റ്. ഞാനിപ്പോൾ ലേറ്റായിട്ട് എണീക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് ഇപ്പോൾ ഇവിടെ. തണുപ്പ് കൂടുതലായതുകൊണ്ട് അതിരാവിലെ എണീക്കുമ്പോൾ സത്യത്തിൽ മടി പിടിച്ചിട്ട് തണുപ്പിൻ്റെ കൂടുതലുണ്ട്. ഞാൻ പിന്നെ ഒരു 6 മണി വരെ കിടക്കുമായിരുന്നു. എന്നിട്ട് അതിന് ശേഷം എണീക്കലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ഈവനിങ് എൻ്റെ പഠിത്തമൊന്നും നടക്കില്ല, ഒന്ന് പുറത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, 5:30 ആയപ്പോൾ തന്നെ എണീറ്റ്. 5:30 തന്നെ എണീറ്റ് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ഞാൻ പഠിക്കാനിരുന്നു. അപ്പോൾ ഇന്നലെ പഠിച്ച് വെച്ചതിൻ്റെ ബാക്കിയാണ് ഞാനിന്ന് നോക്കുന്നത്. ഇന്നലെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും തീർത്തിട്ട് അടുത്ത് പഠിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലത്തെ നോട്ടിഫിക്കേഷൻ വന്നതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഡേറ്റ് കുറച്ച് നാളും കൂടെ ഉണ്ട്, എങ്കിലും പോയിട്ട് വേഗം അപ്ലൈ ചെയ്തോളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറേ എക്സാംസ്, പിന്നെ അതൊക്കെ കുറേ എക്സാംസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇനിയും പഠിക്കാണ്ടിരുന്ന് നമ്മുടെ സമയം കളഞ്ഞാൽ അത് നമുക്ക് പിന്നീട് ഒരു തീരെ നഷ്ടമായിട്ട് മാറും. പിന്നെ തീരെ ദുഃഖമായിട്ട് മാറും. നമുക്ക് അയ്യോ സമയം കിട്ടിയില്ലല്ലോ, പഠിച്ചില്ലല്ലോ, അല്ല ടൈം വേസ്റ്റ് ആക്കിയല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഇരിക്കേണ്ട കാര്യമില്ല. അപ്പം കിട്ടുന്ന സമയം എത്രയും വേഗം പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ട സമയമായിരിക്കുന്നു. എനിക്ക് കിട്ടുന്ന സമയം, ഫ്രീ ആകുന്ന സമയം പഠിക്കുന്നത്. അപ്പോൾ ഈ രാവിലെ ഈ ഒരു സമയം എന്ന് വെച്ചാൽ മോളൊക്കെ ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ മോള് കുറച്ചധികം നേരം കിടന്നുറങ്ങും. പിന്നെ മക്കളെ സ്കൂളിൽ വിടേണ്ട സമയമാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, അതുവരെ നമുക്ക് നോക്കാമല്ലോ. ഇപ്പോൾ ഒരു 5:30 എണീക്കുകയാണെങ്കിൽ 6:30 വരെയോ, അല്ല 6 മണിക്ക് എണീറ്റാലും 6:30 7 മണി വരെ ഞാൻ ഇരിക്കാറില്ല, അതിന് മുന്നേ എണീക്കും. അപ്പോൾ അതുവരെയൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ഞാനിന്നൊരു 6 വരെ പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനുശേഷം മോന് വീണ്ടും എക്സാം തുടങ്ങിയിട്ടുണ്ട്. മൂത്ത ആൾക്ക്, രണ്ടാമത്തെ ആൾക്ക് എക്സാം ഇല്ല കേട്ടോ. അവന് KG ആയതുകൊണ്ട് പിന്നെ അവർക്ക് ചെറിയ അസസ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് എക്സാംസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ നല്ലതാണ്, നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മോക്ക് ടെസ്റ്റ് നടത്തുന്നത് അല്ല എക്സാംസ് എഴുതുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മോനെ വിളിച്ചെണീപ്പിക്കണം 6:30 ആകുമ്പോൾ. പിന്നെ അവൻ ഇന്നലെ പഠിപ്പിച്ചതാണ്, എന്നാലും പിന്നെ രാവിലെ ഒന്നുകൂടെ ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് പോയില്ലെങ്കിൽ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും തന്നെ മറന്നുപോയി എന്നിങ്ങനെ വന്ന് പറയണേക്കാം. അപ്പോൾ രാവിലെ അവനെ വിളിച്ചിട്ടോ, മോൻ പിന്നെ സ്വെറ്ററൊന്നും ഇടില്ല, നല്ല തണുപ്പുണ്ട്, പക്ഷേ അവൻ സ്വെറ്ററൊന്നും ഇടില്ല കേട്ടോ. പുതയ്ക്കത്തില്ല മൂത്തയാൾ. ഇങ്ങനെ തട്ടി മാറ്റും, ഉറങ്ങി കഴിയുമ്പോൾ ഉറക്കത്തിൽ ഇങ്ങനെ തട്ടി മാറ്റും. അപ്പോൾ ഞാൻ പിന്നെ തണുക്കണില്ലേ, നമുക്ക് സ്വെറ്ററൊന്നും വേണ്ടാന്നും പറഞ്ഞ് വന്നിരിക്കുക, ബ്രഷ് ചെയ്ത്. അപ്പം ഞാൻ പിന്നെ ചായ കൊടുത്തില്ല രാവിലെ, പാലും കൊടുത്തില്ല, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു, ചൂടുള്ള. അപ്പോൾ ഇതിൻ്റെ ശരീരം വാമാവുമല്ലോ എന്ന് വിചാരിച്ചു ഇളം ചൂടുവെള്ളം കൊടുത്തു. പിന്നെ ഹിന്ദി ആയിട്ടോ നോക്കുന്നത്. ഹിന്ദി അവന് കുറച്ച് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. അപ്പം ഭയങ്കര ഈസിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ അവനെ അതവിടെ ഇരുത്തിയിട്ട് പിന്നെ രാവിലത്തെ തിരക്കുകളിലേക്കൊക്കെ കടന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അതുപോലെയുള്ള എല്ലാ പരിപാടികളും ഞാനതൊന്നും ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. അതൊരു ഡെൻമ ലൈഫായിട്ട് എല്ലാ സ്റ്റഡി വ്ളോഗായിട്ട് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ജസ്റ്റ് ക്ലിപ്പ് ഇട്ടിട്ടുള്ളൂ ഇതിനകത്ത്. അന്നേരം പിന്നെ അവരൊക്കെ ജസ്റ്റ് പണികളൊക്കെ തീർത്ത് മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് മോൾക്ക് ഫുഡ് എടുത്ത് മോൾ ഉറങ്ങിയതിന് ശേഷമാണ് പിന്നെ ഞാൻ പഠിക്കാനിരുന്നത്. ഏകദേശം ഒരു 11 മണിക്കൊക്കെ ശേഷമാണ് ഞാൻ പഠിക്കാനിരുന്നത്. അപ്പോൾ പുറത്ത് വൈകുന്നേരം പോകേണ്ടത് കൊണ്ട് തന്നെ എനിക്ക് ചിലപ്പോൾ ലേറ്റായിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു നേരത്തെ പരമാവധി നമ്മൾ ഇന്നത്തെ ടാസ്ക് തീർത്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി ലേറ്റായ ക്ഷീണത്തിലൊക്കെയാണ് നമുക്ക് വേഗം കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുവിധമൊക്കെ പഠിച്ച് തീർക്കാൻ ടൈം കിട്ടുന്ന പോലെ പഠിച്ച് തീർക്കാൻ ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ഇപ്പോൾ നോക്കുന്നത് റാങ്ക് ഫയലാണ്. അപ്പോൾ ഞാൻ SRT റാങ്ക് ഫയൽ അങ്ങനെ റാൻഡായിട്ട് മാറ്റിയാണ് നോക്കുന്നത്, ഒരെണ്ണം തന്നെ നോക്കാതെ അങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. പിന്നെ മോള് അത്യാവശ്യം ഉറങ്ങുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ വൈകുന്നേരം പോകുന്നത് ഇവിടെ പൂപ്പൊലി, കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, അതുണ്ട്, ഫ്ലവർ ഷോയാണ്. അപ്പോൾ അത് കാണാനാണ് പോകുന്നത്. പിന്നെ അത് കണ്ടിട്ട് അത്യാവശ്യം ക്രൗഡുള്ള സ്ഥലമായിരിക്കും, കണ്ടു വരുമ്പോൾ എന്താണെങ്കിലും ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പം അങ്ങ് തീർത്തേക്കാമെന്ന് വിചാരിച്ചിരുന്നത്. കാരണം ഇതവിടെ മാറ്റി വെച്ചാൽ അന്നൊന്ന് പഠിക്കേണ്ട, നമ്മൾ ഒരു ദിവസം ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് വെച്ചാൽ പിന്നീട് അതവിടെ നിൽക്കും, അല്ലെങ്കിൽ ഇങ്ങനെ അത് പിന്നീട് പഠിത്തം നടക്കത്തില്ല. പിന്നെ അല്ലെങ്കിൽ ഒരു ദിവസം ബുക്ക് തുറന്നില്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നമ്മളൊന്നുകൂടെ മടി പിടിക്കും. പിന്നെ വൈകുന്നേരം മക്കളൊക്കെ വന്നതിന് ശേഷം നമ്മൾ പൂപ്പൊലി കാണാൻ പോയി. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരു ഏകദേശം 6 മണിയൊക്കെ ആകാനായപ്പോഴാണ് പോയത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഫ്ലവർ കാണുകയും ചെയ്യാം, ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അന്നേരമാണെന്ന് ഓർത്ത് ആ ഒരു ടൈമിലാണ് പോയത്. ഏകദേശം എല്ലാവരും തന്നെ ആ ഒരു ടൈമിലായിരുന്നു. പകലുള്ളതിനെക്കാട്ടും ആൾക്കാർ കൂടുതൽ രാത്രിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം തിരക്കുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. ചെറിയ ചെറിയ ക്ലിപ്പ് അതിൻ്റെയൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലവറൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. പൊതുവേ ഇങ്ങനത്തേനോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും.
എനിക്ക് തോന്നുന്നു പൂക്കളൊന്നും ഇഷ്ടമില്ലാത്ത ആരും ഇല്ലല്ലോ അല്ലേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ലൈറ്റിംഗ് ആണെങ്കിൽ ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ അധികം ആൾക്കാരില്ലാത്ത സ്ഥലത്തു നിന്നൊക്കെ മൊത്തം വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ഇങ്ങനെ ആൾത്തിരക്കില്ലാത്ത സ്ഥലത്തുള്ള ഫ്ലവേഴ്സൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ഓണത്തിനെക്കാട്ടും നമ്മളെല്ലാ കൊല്ലവും പോക്കുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലൈറ്റിംഗ് ഒക്കെ ആയിരുന്നു കൂടുതൽ ഒക്കെ ആഡ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായിരുന്നു കുറച്ചുകൂടെ രസം. ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കുളമാട്ടോ. ഒരു കുളത്തിൻ്റെ ചുറ്റും ലൈറ്റൊക്കെ വെച്ച് അതുപോലെ കുളത്തിലാണെങ്കിൽ ഒത്തിരി ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വേറെ സ്റ്റാച്യൂസ് മീൻസ് ഈ തെയ്യം അങ്ങനത്തെ ഒക്കെ അതൊക്കെ വെച്ചിട്ടാണ്. ഓരോ ടൈമിൽ ഓരോ ടൈപ്പായിരിക്കും അവിടെ ഉണ്ടാവുക. പിന്നെ അവിടെ ഒരു കിഡ്സ് പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾ ഓടി അങ്ങോട്ട് പോയി. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ചെറിയ കുഞ്ഞിനെ പിടിച്ചിട്ട് മോളെ പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട് അവിടെ ഇരുന്നോളാം വെച്ച് എന്നോട് പറഞ്ഞു നീ ഇവരെയും കൊണ്ട് ഇതിലൊക്കെ കയറി അവർ കളിക്കട്ടെ, എന്നിട്ട് ഫോണുണ്ടല്ലോ ജസ്റ്റ് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നതെന്ന് പറയാം, അങ്ങോട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും മക്കളും കൂടി തുള്ളിപ്പോയി. പിന്നെ ഞാൻ അവരുടെ കൂടെ പോയിട്ടോ. കാരണം നമുക്ക് അത് ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം നമ്മളെപ്പോഴും ഒന്നും അങ്ങനെ പുറത്തൊന്നും ഡെയിലി പുറത്ത് പോകുന്ന അല്ലെങ്കിൽ ആഴ്ചയിൽ പുറത്ത് പോകുന്ന ഒന്നും ആൾക്കാരല്ല ഞങ്ങൾ. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പോവാറുള്ളൂ. അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോവാം, ഡെയിലി അല്ല ആഴ്ചയിൽ പോവാം, അങ്ങനെയൊന്നും ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ. വല്ലപ്പോഴേ പോവാറുള്ളൂ. അപ്പോൾ മക്കൾക്ക് കിട്ടുന്ന കുറഞ്ഞ അവസരങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത് അവർ മാക്സിമം എൻജോയ് ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇതൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ട്രെയിനായിരുന്നു. അപ്പോൾ അതിൽ കയറിയത് ഈ ഒരു വണ്ടി റൈഡിൽ കയറാനായിരുന്നു മക്കൾക്ക് ഭയങ്കര താല്പര്യവും കുറേ തിരക്കുമായിരുന്നു കേട്ടോ. അവിടെ നല്ല രസമായിരുന്നു. കുറേ കുഞ്ഞു പിള്ളേരുടെ കളികളൊക്കെ കണ്ട് കുറേ നേരം ഞാൻ അവിടെ അങ്ങനെ നിന്നു. അവർക്കാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നു. ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തപ്പോൾ ഞാൻ പിടിച്ച് കളിച്ചുകൊണ്ട് പോകുന്നു കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് പേടി അങ്ങനത്തെ വെള്ളത്തിലൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് ചാടി വരുമ്പോൾ പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ലല്ലോ വെച്ച് അതൊക്കെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന കേട്ടോ. കുറേ ആൾക്കാരുള്ളപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർ മുന്നിൽ വന്നു നിന്നു. അതിന് ശേഷം നമ്മൾ അവിടെ ഇതാക്കി ജസ്റ്റ് ഒരു മറ്റേ ഐസ്ക്രീം കഴിച്ച് അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, മോൻ്റെ അടുത്തായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാളിലേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ സ്റ്റാളിൽ പോകാൻ എൻ്റെ ഹസ്ബൻഡിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ സ്റ്റാളിൽ ഭയങ്കര ഏറ്റവും ചിലക്കോട്ട് അതിപ്പോൾ എന്ത് പ്രോഗ്രാം ആണെങ്കിലും എവിടെ ഒരു സ്റ്റാളുണ്ടോ അവിടെ ആയിരിക്കില്ല ആൾക്കാർ കൂടുതലുണ്ടാവുക. അപ്പം ഞാൻ വെച്ചത് ഇപ്പോൾ എന്താ പറയുക ചീപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്കാണെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങാമല്ലോ എന്നൊരു ഇതിലാണ് സ്റ്റാളിൽ കയറി ഞാൻ വാശി പിടിച്ച് പോയത്. നല്ല പൊടിയാവും എന്നിട്ടും പോയി. പക്ഷെ എന്താ പറ്റുക വെച്ചാൽ ഒരബദ്ധം പറ്റി. നമ്മളിങ്ങനെ ഒരു സ്റ്റാളിൽ കയറി അങ്ങനെ പോയി അടുത്ത സ്റ്റാളിലേക്ക് കയറുന്ന ടൈമിൽ അപ്പോൾ ഈ മൂത്ത മോന് 8 വയസ്സാണ്. അപ്പോൾ മോന് തുള്ളിച്ചാടി നമ്മളൊപ്പം തന്നെ ഉണ്ടാവും, മറ്റവനെ ഞാൻ കയ്യിലും പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ എന്നൊരിതിലായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ കുറച്ച് നമ്മളൊരു സ്റ്റാളിലേക്ക് ഇങ്ങനെ എൻട്രിൻ്റെ അവിടെ തന്നെ വേറൊരു സ്റ്റാളുണ്ടായിരുന്നു. അത് ഒരു ഇതായിരുന്നു, മീൻസ് എന്താ ഈ 5D ഷോ എന്തോ ആയിരുന്നു. അവിടെ നമ്മൾ കയറിയില്ല. ആദ്യം കയറാതെ ഇപ്പോഴത്തേക്ക്. പക്ഷേ മൂത്ത മോനും അവിടെ തന്നെ നിന്നിരുന്നു. നമ്മളതറിയാതെ ഇത് ഈ ചെടിയൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു സ്റ്റോളിലേക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ മോനെവിടെയെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞെവിടെയെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ മോനെ കാണുന്നില്ല. പിന്നെ അവിടെയൊക്കെ ഫുൾ നമ്മൾ തപ്പി, ചേട്ടാ അവിടെ തപ്പി, ഞാൻ ഇപ്പുറം തപ്പി, അതിൻ്റെ ഉള്ളിൽ ഫുൾ തപ്പിയിട്ട് കണ്ടില്ല. ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന മീൻസ് ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റോളായിരുന്നു. അവിടെ കയറിയിട്ട് കണ്ടില്ല. പിന്നെ നമ്മൾ അതിൻ്റെ പുറത്തിറങ്ങി നോക്കുമ്പോൾ മോന് നമ്മളെ കാണാനായിട്ട് ഇങ്ങനെ കണ്ണൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നു. സത്യത്തിൽ കണ്ടപ്പോൾ അവനെ കാണാണ്ടായപ്പോൾ വിഷമവും തോന്നി. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ മൈക്കിൽ വിളിച്ച് പറയുന്നുണ്ട് ഓരോ മക്കളെ ഇന്ന സ്ഥലത്ത് കാണുന്നില്ല, 2.5 വയസ്സുള്ള കുഞ്ഞിനെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ വിളിക്കുന്നത്. ആ കുഞ്ഞിനൊക്കെ എവിടെ ചെന്ന് തപ്പി കണ്ടുപിടിച്ചതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അപ്പം അങ്ങനെ പറഞ്ഞു. പിന്നെ അന്നേരം പിന്നെ പറയുന്നുണ്ട് ഇന്ന സ്ഥലത്ത് നിന്ന് വന്ന ഇന്ന ആളെ കാണുന്നില്ല. നമുക്ക് എവിടെ ചെന്നാലും അങ്ങനെ കേൾക്കാമല്ലോ, ഇനി മൈക്ക് പോയിൻ്റെ അടുത്തേക്ക് വരിക അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ ഓൾറെഡി നമ്മളിങ്ങനെ കേട്ടുകൊണ്ടായിരുന്നു പോകുന്നത്. അപ്പോൾ അവനോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞു, അവന് നമ്പർ അറിയാം കേട്ടോ, നമ്മൾ രണ്ടുപേരെയും നമ്പർ അറിയാം. മാധുവിന് അറിയത്തില്ല, രണ്ടാമത്തെ ആൾക്ക് അറിയത്തില്ല. അന്നേരം പറഞ്ഞു ഈ നമ്പർ അഥവാ കണ്ടില്ലെങ്കിൽ ആ മൈക്ക് പോയിൻറ്റിന് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞാൽ അത്. പക്ഷേ മൈക്ക് പോയിൻ്റ് എവിടെയാണെന്നും അവനെ അറിയുന്നില്ല കേട്ടോ. ആ ഒരു പ്രദേശത്ത് നല്ല തിരക്കും തിരക്കുള്ളൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇവനെ കാണാനായിട്ട് സത്യം പറഞ്ഞാൽ കണ്ണിലിട്ട് കയറിയിട്ടാണോന്ന് അറിയത്തില്ല, ചുറ്റുമുള്ളതെല്ലാം ബ്ലാക്ക് ഷർട്ട് ഇട്ട പിള്ളേരെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അവനോട്ട് കാണുന്നില്ല. പിന്നെ കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ കൈക്കിട്ടൊരു അടി വെച്ച് കൊടുത്തു. അവൻ ചെറുതായിട്ട് കരഞ്ഞു. കുറച്ച് നേരത്തേക്ക് മൈൻഡിട്ടൊന്ന് ഔട്ടായിട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് പോയി പിന്നെ അവർക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ വാങ്ങിക്കൊടുത്ത് വേറെ സ്റ്റോളിൽ കയറി മാക്സിമം അവർ എൻജോയ് ചെയ്യട്ടെ. എല്ലാ കടയിലും സത്യം പറഞ്ഞാൽ കയറി ഇറങ്ങി എന്ന് തന്നെ വേണം പറയാൻ. ഹസ്ബൻഡ് മോളെയും കൊണ്ട് കുറച്ച് മുന്നോട്ട് പോയി. ഹസ്ബൻഡിൻ്റെ മോളെ പിടിച്ചിട്ട് അങ്ങ് പോയി. എന്നോട് പറഞ്ഞു നീ കയറി ഇറങ്ങി പതിയെ പോരെ. പിന്നെ ഞാൻ രണ്ടുപേരെയും കയ്യിൽ പിടിച്ച് തന്നെ വെച്ച്. എനിക്ക് ഭയങ്കര പേടിച്ചു പോയിട്ടോ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതായിരുന്നു. പിന്നെ ആ ഒരു റോബോട്ടിൻ്റെ കാണിച്ച് ഒരു റോബോട്ട് ഉണ്ടിട്ടേ കുഞ്ഞുവിനും അതൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി. ചെറുതിന്
അപ്പോഴത്തേനും മോൾക്ക് വരും. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏകദേശം ഒരു 9 മണി ആയപ്പോഴാണ് നമ്മൾ തിരിച്ച് വന്നത്. തിരിച്ച് വന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ പഠിച്ചു. പിന്നെ എന്താ പറയുക, പിന്നെ ഞാൻ മലയാളമാണ് നോക്കിയത്. അപ്പം മോൾ ഉറങ്ങുന്ന ഒരു ലക്ഷണവുമില്ല. മോൾ കുറച്ച് നേരം കയ്യിലിരുന്ന് ഹസ്ബൻഡിൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ മോൾ പിന്നെ ഉറങ്ങുമെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നി പിന്നെ ഒരു 11, 12 മണിയാകും മോൾ ഉറങ്ങുമ്പോൾ. അത് ഞാൻ വിചാരിച്ചു പിന്നെ പഠിച്ചേക്കാം, എന്നാണെങ്കിലും കുറച്ചുകൂടെ നോക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ. എനിക്ക് ഒരു തവണ ഒരു റൗണ്ട് വായിച്ച് നോക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ എന്ന് വെച്ച് കുറച്ച് നേരം ഞാൻ ഈ മലയാളം, മാത്സും സി ഒക്കെ നമ്മൾ ഡെയിലി നോക്കി പോയില്ലെങ്കിൽ പിന്നീട് ഇംഗ്ലീഷും പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടാകും നമുക്ക് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കാര്യം ഉണ്ടാവുള്ളൂ. അപ്പം ഇത് ഓൾറെഡി ഞാനൊരു തവണ വായിച്ച് പോയതാണ്, എങ്കിലും ഞാനത് ഒന്നുകൂടെ വായിച്ചു. അപ്പം മോൾ നല്ല രീതിയിൽ ഡിസ്റ്റർബ് ആക്കുമ്പോൾ പിന്നെ എനിക്കിരിക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ മോൾ ബുക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ചയൊക്കെ കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഞാനിത് വായിച്ചത് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന നോട്ടാണ്. മലയാളത്തിന് അപ്പോൾ എനിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഇല്ല. മലയാളത്തിന് ഞാൻ ടെലഗ്രാമാണ് ഫോളോ ചെയ്യുന്നത്. ടെലഗ്രാമിൽ നോട്ട്സ് നോക്കി പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഒരു ടെക്സ്റ്റ് കൂടെ വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിട്ടില്ല. അപ്പം അങ്ങനെ അത് ഞാൻ കുറച്ച് നേരം കൂടെ നോക്കി. അപ്പം മോൾ പെട്ടെന്ന് ഉറങ്ങുന്ന ലക്ഷണം കാണാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ ഇരുന്നിട്ട് പഠിക്കുകയാണ് ചെയ്തത്. അപ്പം അത് നോക്കിയതിന് ശേഷം പിന്നെ ഞാൻ കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല രീതിയിൽ എല്ലാവരും പഠിച്ചു തുടങ്ങുക. ഇനിയും പഠിക്കാനായിട്ട് വൈകിയിരിക്കുന്നവർ അല്ലെങ്കിൽ പിന്നീട് പഠിക്കാമെന്നൊക്കെ വിചാരിച്ച് ആരും ഇരിക്കേണ്ട. പരമാവധി കിട്ടുന്ന സമയമൊക്കെ നല്ലോണം പഠിക്കുക. സമയമൊക്കെ തരാമെന്ന് പറയുന്ന പോലെ പോകും. പിന്നെ നമ്മൾ പിന്നെ അതോർത്ത് ചിന്തിച്ച് നിന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.